സ്പീക്കറാകുമ്പോൾ നിശ്ചയമായിട്ടും നീതിബോധത്തിൻ്റെ എല്ലാ അംശവും ഉണ്ടാകണം നമ്മുടെ ആക്ഷനിൽ. തല വെട്ടി തെറിച്ചു പോയ രക്തത്തിൻ്റെ കറ ആ വണ്ടിയുടെ മേളിലുണ്ട്. ഇല്ലാത്തൊരാളിനെ കൊലക്കേസിലെ പ്രതികളാക്കി വെക്കുന്നത് അത് ശരിയാണോ? സാറിൻ്റെ വളരെ സുദീർഘമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിലെ പല വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു. അന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ പോലെ 17 വകുപ്പുകൾ കൈകാര്യം ചെയ്ത അപൂർവം പൊളിറ്റീഷ്യൻസിൽ ഒരാളാണ്. ഏറ്റവും പുതിയ ചാപ്റ്ററാണ് ഈ സ്പീക്കർ പൊസിഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു നാച്ചുറൽ സീക്വൻസ് ഉണ്ട്. ഞാനൊരു നിയമസഭാ അംഗമായിട്ട് 2000 നിയമസഭാ അംഗമായിട്ട് 1991 ഇവിടെ വന്നതാണ്. ഇപ്പം 36ാമത്തെ കൊല്ലാണ്. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് വരുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. പിന്നെ നമ്മുടെ റോള് വ്യത്യസ്തമാണ്. ഭരണകക്ഷിയിലിരിക്കുമ്പോൾ ഭരണകക്ഷി അംഗമായിട്ട് നിന്നും, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടെ അഗ്രസീവ് ആകും, സ്പീക്കറാകുമ്പോൾ കുറേ കൂടെ സോബറാകും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ നിയമസഭാ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെയും ഒരുപോലെ തന്നെയാണ്. അത് ഭരണകക്ഷിയാകട്ടെ, പ്രതിപക്ഷമാകട്ടെ, സ്പീക്കറാകട്ടെ, ആരും ആവട്ടെ, അവർക്കെല്ലാം നിയമസഭാ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറെക്കുറെ തുല്യമാണ്. പക്ഷേ പ്രത്യേക റോളുകളുണ്ട്. അത് കൃത്യമായി നിർവഹിക്കണം. എങ്കിലേ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തിരുന്ന് ഭരണകക്ഷിയെ പോലെ പെരുമാറാൻ പറ്റുമോ? ഭരണപക്ഷത്തിരുന്ന് പ്രതിപക്ഷത്തെ പോലെ പെരുമാറാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മളിരിക്കുന്ന സ്ഥാനത്തോടൊരു നീതി പുലർത്തുക, അത് സത്യസന്ധമായി കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ ദീർഘനാൾ കോൺഗ്രസ് നേതാവായിട്ട് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്ന ആളാണ്. സ്പീക്കർ ഈസ് സപ്പോസ് ടു ബി ഇമ്പാർഷ്യൽ, വളരെ നിഷ്പക്ഷമതിയായിട്ടിരിക്കേണ്ട ആളാണ്. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അങ്ങ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? ഒരു വ്യത്യാസവും ഇല്ല, ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ നീതിബോധത്തോടു കൂടി പോകണം. ഭരണകക്ഷി ഇരിക്കുമ്പോഴും നീതിബോധത്തോടു കൂടി ചെയ്യണം. കാരണം പ്രതിപക്ഷത്ത് കിട്ടുന്ന പേപ്പറെല്ലാം കൂടെ തട്ടിക്കളയുക എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അതിനകത്ത് ശരിയായ കാര്യം ഉണ്ടായി ശരിയായ കാര്യം ചെയ്യണം. അല്ലാത്ത എക്സെപ്ഷൻസ് കുറേ നിങ്ങൾക്കും പറയാൻ കാണും, എനിക്കും കാണും, അത് വേറെ പ്രശ്നം. പക്ഷേ ഭരണപക്ഷത്തിരിക്കുമ്പോൾ കാണിക്കുന്നൊരു നീതിബോധം, പ്രതിപക്ഷത്ത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സത്യസന്ധമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു കളയാം എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുകയല്ലോ. സത്യമായിട്ട് സൈഡ് ബൈ സൈഡായിട്ട് അത് പോകണ്ടേ. സ്പീക്കറാകുമ്പോൾ നിശ്ചയമായിട്ടും ആ നീതിബോധത്തിൻ്റെ എല്ലാ അംശവും ഉണ്ടാകണം നമ്മുടെ ആക്ഷനിൽ. പിന്നെ മൂന്നാമതൊരു കാര്യമുണ്ട്, ആക്ഷൻ പോലിരിക്കും റിയാക്ഷൻ. സ്പീക്കർ ഒരിക്കലും ഒരു ആക്ഷൻ ഉള്ള ഒരു സ്പോണ്ടേനിയസ് ആക്ഷൻ എടുക്കുന്ന അല്ലല്ലോ, റിയാക്ഷനാണ്. ഒരാൾ പോസിറ്റീവായിട്ട് പെരുമാറിയാൽ യെസ് ഗുഡ്, അതല്ലേ സ്പീക്കറുടെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. പ്രതിപക്ഷത്ത് ആരെങ്കിലും ഒരു അല്ലാത്ത രൂപത്തിൽ സംസാരിക്കുകയാണെന്നുവെങ്കിൽ അതിന് പറ്റുന്ന രൂപത്തിലുള്ള റിയാക്ഷൻ. അപ്പോൾ ആക്ഷൻ പോലിരിക്കും റിയാക്ഷൻ. എൻ്റെ പ്രതീക്ഷ ഭരണകക്ഷിയിലാവട്ടെ പ്രതിപക്ഷത്താകട്ടെ അവർ ഓർബിറ്റ് വിട്ടു പോവില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു പ്രസംഷനിൽ ഇവരൊക്കെ ഇങ്ങനെ ചെയ്തേക്കും എന്ന് ധരിച്ചു പോകേണ്ട കാര്യമില്ല. അവരെല്ലാം പോസിറ്റീവായിട്ടായിരിക്കാം, നല്ല രൂപത്തിലായിരിക്കാം എന്നുള്ള ചിന്തയോട് പോകുകയും മുൻബുദ്ധിയോടുകൂടി കാര്യങ്ങളെ കാണാതിരിക്കുകയും ചെയ്താൽ മതി. അങ്ങയുടെ ഒരു സുദീർഘമായ ഈ പറഞ്ഞ 35 വർഷത്തെ MLA ജീവിതത്തിൽ മന്ത്രിയായി പലതവണ ഇരുന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ടെന്യൂറായിരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്ത സമയം. ആ സമയത്ത് അങ്ങേക്കെതിരെ വിമർശനങ്ങൾ ഒരുപാട് വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു TP മർഡറുമായിട്ട് ബന്ധപ്പെട്ടത്. അതിൽ അങ്ങേക്കെതിരെ വന്ന വിമർശനം പ്രതികളോട് ചിലരോടൊക്കെ കുറച്ചൊരു സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നായിരുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിനോട് അങ്ങയുടെ പ്രതികരണം? അല്ല, അതിനോട് കൂട്ടിച്ചേർത്തോട് ചോദിക്കുകയാണ്. താങ്കളുടെ ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്വേഷണം പോയില്ല എന്നുള്ളൊരു വിമർശനമായിരുന്നു. അത് രണ്ടാം അധ്യായം. 1ാമത്തെ അധ്യായം ഈ പ്രതികളെ പിടിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് പോയി, എനിക്ക് മറ്റെന്തോ പരിപാടി പിറ്റേ ദിവസം നിയോജകമണ്ഡലത്തിലുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് ഒന്ന് ഉറങ്ങാനായിട്ട് ഭാവിച്ചു. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലായി. ഒരു 10:10 എനിക്ക് ഒരു കോള് വന്നു. ആ കോള് വന്ന അതാണ് സത്യം പറഞ്ഞാൽ TP ചന്ദ്രശേഖരനെ
വധിച്ചു എന്നുള്ളതിൻ്റെ ആദ്യ ഇൻഫർമേഷൻ ഞാൻ തന്നെ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് ചെയ്യണം സാർ? ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഏത് ഒരു ക്രൈമിനും ഒരു ഗോൾഡൻ ടൈമുണ്ട്. ആ ടൈം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രതിയെപ്പോലും കിട്ടുകയില്ല. സംഘടിതമായി ആസൂത്രണമായി ചെയ്യുന്ന ഒരു കൊലപാതകമാണെങ്കിൽ ഒരിക്കലും കിട്ടുകയില്ല. അത് അതിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ അവിടെ ഹൈവേ വഴിയാണല്ലോ സാധാരണ പോകുന്നത്. വണ്ടിയുടെ നിറം പറഞ്ഞു, ഇന്നതാണ് ഷേപ്പെന്ന് പറഞ്ഞു, ഇന്ന മേക്കപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈവേ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നമുക്ക് റോഡിലെ ഒരു AR ക്യാമ്പുകളിൽ എത്ര ആളുണ്ടാവും, മെന്നുണ്ടാവുമെന്ന് ചോദിച്ചു. 2000 ആളുകളെ സ്പെയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഹൈവേ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഞാൻ നേരെ ഒരു ഷർട്ടിട്ടു, നേരെ ഞാൻ കൂടെ വണ്ടിയിൽ കയറി, ഞാൻ നേരെ കോഴിക്കോട്ടിൽ പോയി. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം ഇവിടെ ഡൽഹിയിലാണ് ഒരു ഡിസ്കഷൻ പോയതാണ്. ആ കൂട്ടത്തിലാണ് DGP ശ്രീ ജേക്കബ് ന്യൂസ്, അദ്ദേഹവും ഇവിടെ ഡൽഹിയിലാണ് അന്ന്. അപ്പോൾ ഞാൻ നേരെ ആ സ്ഥലത്തോട്ട് പോയി. ഞാൻ അവിടെ വെളുപ്പിന് 4:30-5 മണിയോടുകൂടിയാണ് 4:30 മണിയോടുകൂടിയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അതിനോടിടയ്ക്ക് അവർ ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഹൈവേ ബ്ലോക്ക് ചെയ്ത് വണ്ടികളൊന്നും വിടാതെ എല്ലാം പരിശോധിച്ച് അങ്ങനെ കൃത്യമായി ചെയ്തു എന്നുള്ളത് കൊണ്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വിനിയോഗിച്ച വണ്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ വണ്ടി കിട്ടിയില്ല. ഞാനവിടെ കോഴിക്കോട് ചെന്നതിന് ശേഷമാണ് രാവിലെ ഈ വണ്ടി പിടിക്കാനായിട്ട് പ്രമുഖനായ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അദ്ദേഹം ഒരു ഇൻഫർമേഷൻ പറഞ്ഞു. ഇമ്മീഡിയറ്റായിട്ട് അവിടെ പോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ മണ്ണെടുക്കാൻ വേണ്ടി മലയുടെ ഒരു സൈഡ് കട്ട് ചെയ്ത് അതിൻ്റെ കോർണറിനകത്ത് ചേർന്ന് കിടക്കുന്ന ഒരു വണ്ടിയുണ്ട്. നമുക്കതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറയും. അത് പിടിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. അവസാനം ആ വണ്ടി പിടിച്ചു. ആ വണ്ടി പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ വണ്ടിക്കകത്ത് രക്തക്കറയുണ്ട്. ഈ തല വെട്ടി തെറിച്ച് പോയ രക്തത്തിൻ്റെ കറ ആ വണ്ടിയുടെ മുകളിലുണ്ട്. ആ വണ്ടി പരിശോധിച്ചപ്പോൾ 2 തെളിവുണ്ട്. വണ്ടി ഓടിച്ച ആളുടെ ആയിരിക്കണം ഒരു ബ്രേസ്ലെറ്റ് ഈ വണ്ടിക്കകത്ത് കിടന്നു. 2 ഒരു ടെലിഫോൺ നമ്പർ അത് ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു. ഈ വണ്ടി റെൻ്റേ കാറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രേസ്ലെറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായി, റെൻ്റേ കാറിൻ്റെ പേര് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആരാണെന്ന് മനസ്സിലായി. ഈ ടെലിഫോൺ നമ്പർ കിട്ടിയപ്പോൾ കൃത്യമാരാണ് എന്നുള്ളത് അറിയാനുള്ള ഒരു സൂചനയായി. അതിനുശേഷം അവിടെ നിന്ന് തുടങ്ങിയ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ നിലയിൽ വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ച്, ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ തലത്തിൽ ഇതുപോലെ ചെറിയ ഒരു തെളിവുകളിൽ നിന്ന് ഒരു വലിയ കൊലപാതകത്തിൻ്റെ ചുരുളഴിയിച്ച ആ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് മറക്കാൻ കഴിയുമോ? അത് മുഴുവൻ അങ്ങനെ ഇവിടുന്നാണ് ആരംഭിക്കുന്നത്. അവസാനം എല്ലാവരും പിടിച്ചില്ലേ? രണ്ടാമത്തത്, ഈ പ്രതികൾ വിദഗ്ധമായി അവർ ബോംബെക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് പ്രചരണമായിരിക്കാം, പക്ഷേ വഴിതെറ്റിക്കാനായിരിക്കാം ബോംബെക്ക് പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ ബോംബെയിൽ നോക്കാൻ ഏർപ്പാടാക്കി. ഒരു ടീമിനെ തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക് വിട്ടു, വേറൊരു ടീമിനെ മംഗലാപുരത്ത് നിന്ന് ബോംബെക്ക് വിട്ടു. നമുക്ക് കിട്ടിയ സൂചന അനുസരിച്ചുള്ള ആ കെട്ടിടം നമ്മൾ വളഞ്ഞു. കേരള പോലീസ് അവിടെ ചെന്ന് ബോംബെയിലെ മഹാരാഷ്ട്ര പോലീസിനോട് ഇൻഫർമേഷൻ കൊടുത്ത് കെട്ടിടം വളഞ്ഞ് നോക്കി, പക്ഷേ അവരെ കിട്ടിയില്ല. അപ്പം നമുക്കന്ന് ഇൻഫർമേഷൻ ശരിയാകണമെന്നില്ല. അതായാലും നമ്മൾ പക്ഷേ അവിടെ നോക്കി. അതിന് ശേഷമാണ് ഈ ആളുകൾ മുഴക്കോടി മലയിൽ ഒരു സ്ഥലത്ത് കുടിൽ കിട്ടിയ കുടിലിനകത്തുണ്ട് എന്നൊരു ഇൻഫർമേഷൻ. ആ മുഴക്കോടി മലയിൽ കയറാൻ വേണ്ടി യഥാർത്ഥത്തിൽ അവർക്ക് നേരിട്ട് കയറാൻ പറ്റില്ല, പാർട്ടി ഗ്രാമം. അങ്ങനെ കയറാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു, കയ്യിൽ കൊണ്ടെടുത്ത് തോർത്തുമൊക്കെ തലയെ കെട്ടി ഈ അവിടെ മരം വെട്ടുണ്ട്. ആ മരം വെട്ടുന്നതിനുള്ള വക്കയെന്ന് നമ്മളുടെ അവിടെ പറയുന്ന വക്കയെടുത്ത് തോളിൽ വെച്ച് ഇതിനെ മഴു എടുത്ത് കയ്യിൽ വെച്ച് അവർ ഈ മഴ സമയത്ത് ഈ പാവങ്ങളെല്ലാം കൂടി അവിടെ കയറി. ഞാൻ ചോദിച്ചു, കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും സാഹസികമായി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ, അത് ആരാ കൊടിസുടിയെ പോലുള്ള ആളിനെയാണെന്ന് ആലോചിച്ചണം.
സാഹസികമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയ അന്വേഷണം നടത്താൻ പോയ ഉദ്യോഗസ്ഥന്മാരെ എത്ര നമ്മൾ അവരെ ഒരു പറഞ്ഞാലും മതിയാവുമോ? മലയാള ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ കിട്ടാത്ത വിധത്തിൽ അവർ അഭിനന്ദനം അർഹിക്കുന്ന രൂപത്തിലല്ലേ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരെയും കാണാനില്ല. അവിടെ ഒരു പട്ടി മാത്രം പുറത്ത് ഒരു പട്ടിയെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പട്ടി കുരയ്ക്കും, അകത്തുള്ളവൻ അപ്പോൾ അറിയും. അപ്പോൾ അവർക്ക് റിയാക്ട് ചെയ്യാം. അതിനു വേണ്ടിയാണ് അവിടെ മഴയായിരുന്നത് കൊണ്ട് പട്ടിക്കും പണിയൊത്തില്ല. അങ്ങനെ അങ്ങ് വന്ന് ഈ മഴയുടെ ശബ്ദമൊക്കെ ഉണ്ടല്ലോ, മറ്റേ കുരച്ചാലും കേൾക്കില്ല. എന്നിട്ട് അതിൻ്റെ ചുറ്റും വളഞ്ഞ് പിടിച്ച് അതിനകത്തു നിന്നാണ് ഇതിലെ പ്രമുഖ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കും, കേരളത്തിലെ ഏത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഇതുപോലെ സാഹസികമായി പ്രതികളെ അറസ്റ്റ് ചെയ്തത്? ആ പ്രതികളാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്ന ആളുകൾ. സർ, അതിൽ സർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ്, അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. അന്ന് താങ്കൾക്ക് ഈ കോള് കിട്ടുന്നത് പോലീസ് ഓഫീഷ്യൽസിൽ നിന്നാണോ അതോ പൊളിറ്റീഷ്യൻസ് ആരെങ്കിലും? അല്ലല്ല, പോലീസ് ഓഫീസേഴ്സ്. ഞാൻ ആളുടെ പേര് പറയാത്തതിൻ്റെ കാരണം അത് പേര് പറയുന്നതാണെന്ന് ഉദ്ദേശിച്ച. അതിനുശേഷം ഈ പറയുന്ന 4:30-ക്കാണ് താങ്കൾ കോഴിക്കോട് എത്തുന്നത്. അതിനിടയ്ക്ക് പൊളിറ്റീഷ്യൻസ് ആരെങ്കിലും താങ്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും ഇല്ല, ആരും വിളിച്ചിട്ടില്ല. നേരെ അങ്ങോട്ട് ഞാൻ കാരണം ചിലപ്പോൾ എന്നെ വിളിച്ചേനെ. ഞാൻ നേരം വെളുത്ത് ലിഷേർലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്നെ വിളിക്കാനൊരു ഗ്യാപ്പ് കിട്ടുമല്ലോ. ഞാൻ അന്നേരെ യാത്ര തിരിച്ച് ഇങ്ങനെ അങ്ങ് പോയത് കൊണ്ടും അവിടെ എത്തിയത് കൊണ്ടും ഇതിനോടിടയ്ക്ക് എന്നെ വിളിക്കാനുള്ള, മാത്രമല്ല ഈ കൊലപാതകത്തെക്കുറിച്ച് അങ്ങനെയൊരു പുറം ലോകം അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. എന്നെ വിളിക്കാനായിട്ടൊരു സാഹചര്യം ഇല്ലല്ലോ, പുറം ലോകം അറിഞ്ഞു വരുന്നതല്ലോ. പിറ്റേ ദിവസം മാധ്യമങ്ങൾ എത്തിയപ്പോഴല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ, അപ്പോഴേക്കും ഞങ്ങളുടെ സ്പോട്ടിലുണ്ട്, ഞങ്ങളതിൻ്റെ ഇടവും ബലമായിട്ട് നിൽക്കുകയല്ലേ. പിന്നെ അവിടെ ഒരു തിരുവറിക്കുള്ള സ്കോപ്പൊന്നും ഇല്ലല്ലോ. അതെല്ലാം കൃത്യമായിട്ടാണ്. താങ്കളപ്പോൾ ഇത് അറിഞ്ഞ ഉടനെ തന്നെ അപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ അലർട്ട് ചെയ്യുകയാണോ ചെയ്തത്? ഞാൻ മുഖ്യമന്ത്രി വിളിച്ചു. മുഖ്യമന്ത്രി അപ്പോൾ ഒരു കാര്യം കൂടി ചെയ്തു. മുഖ്യമന്ത്രി അന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോരാനായിട്ടാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തത്. അദ്ദേഹം ക്യാൻസൽ ചെയ്തു, കോഴിക്കോട്ടോട്ട് വരാമെന്ന് പറഞ്ഞു. DGPയോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം തിരുവനന്തപുരമായിരുന്നു. ഞാൻ പറഞ്ഞു ചീഫ് മിനിസ്റ്റർ ഇവിടേക്ക് വരികയാണ്, DGP നേരെ കോഴിക്കോട് വരാൻ പറഞ്ഞു. ഞാൻ അപ്പോഴേക്കും അവർ വരുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 1.5-2 മണിക്കൂർ മുമ്പ് ഞാൻ തന്നെ അവിടെ കോഴിക്കോട് ചെല്ലുകയും ചെയ്തു. ഇതിനകത്തൊരു തിരിമറി നടത്താനുള്ള സന്ദർഭവും കിട്ടിയില്ല. തീർച്ചയായും അന്ന് മുഴുവൻ പ്രതികൾ പിടിക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷെ അന്ന് ഉയർന്നു കേട്ട ഒരു വിമർശനം, ഗൂഢാലോചന പൂർണ്ണമായിട്ടും പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ഒരു പ്രതികളുടെ അത് അവിടെ കൊണ്ട് നിർത്തി, പിന്നെ അതിനപ്പുറത്തേക്കുള്ള ആൾക്കാരെ കുറിച്ച്, ഗൂഢാലോചനയെ കുറിച്ച് അത് ഞാനതിനെ ഒരു ഗൗരവമായിട്ട് എടുക്കാത്തതിൻ്റെ കാരണം അതിനുശേഷം ഒരു പ്രയത്നം നടന്നിട്ടില്ലല്ലോ. അതിനുശേഷം അങ്ങനെ അവരെ ഇതല്ല അതാണ് എന്നൊക്കെ പറഞ്ഞ് വേറെ പണിക്ക് അത് പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനത് ഒരു ഗൗരവമായിട്ട് എടുക്കുക. പിന്നെ ഇതുപോലുള്ളൊരു കേസിനകത്ത് നമ്മൾ എത്ര പേരെ പിടിച്ചാലും ശരി, പിന്നെ 5 പേരും കൂടെ ഉണ്ടെന്ന് പറയും. അത് നാട്ടിലെ ഒരു സാധാരണ ശരാശരി പ്രയോഗം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കാര്യം അറിയാവുന്ന ആൾ, ഗൂഢാലോചന പിടിച്ചിട്ടില്ലെന്ന് പറയുന്ന, ഗൂഢാലോചനയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവർ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാതിരുന്നത്? അവരുടെ അതിന് മുകളിൽ ഇന്ന വ്യക്തികൾ കൂടിയുണ്ട്, അവരെ കൂടി ഇതിനകത്ത് ഇൻട്രോഗേറ്റ് ചെയ്യണം എന്നെന്താ പറയാതിരുന്നത്? അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടി അയ്യോ ഇനിയുണ്ട് അപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഹോം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഈ TP കൊലപാതകത്തിൽ എത്തി നിൽക്കുന്ന പേരുകൾക്കപ്പുറം ഒരു വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? നമുക്കെടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനിൽ എടുക്കാൻ പറ്റുന്ന നിലപാടാണ്. 1, എക്സിക്യൂട്ടീവ് ചെയ്ത ആളുകൾ പ്രതിവർഗത്തിലവരാണ്. 2, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകൾ. ആ ഗൂഢാലോചനയ്ക്കകത്ത് തെളിവുകളുള്ള ഗൂഢാലോചന. അങ്ങനെയാണ് കുഞ്ഞനന്തൻ പ്രതിയായത്. കുഞ്ഞനന്തൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോയ ആളൊന്നുമല്ല, അദ്ദേഹം വേറെ സ്ഥലത്തായിരുന്നു. പക്ഷേ ആ ഗൂഢാലോചനയ്ക്കകത്ത് ഉൾക്കൊള്ളുന്ന തെളിവുകളുള്ള ആളുകൾ, ആ തെളിവുകളുള്ള ആളുകളെ പിടിച്ചത് ഒരു മുഴുവൻ ആളുകളെ എത്രയാണ് 800 ചില്ലുവാൻ ആളുകളുടെ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടാണ് അതെല്ലാം പോയത്. അങ്ങനെയല്ലേ വന്നത്. 107 പ്രതികളോളം അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് സ്വാഭാവികമായിട്ട് പിന്നെ കോടതിയാണ് തീരുമാനിക്കുന്നത് ഏത് പ്രതി ചെയ്ത് കൂടുതൽ കുറവ്, അവരെ കുറ്റം ചെയ്തിട്ടില്ലോ, അവരെ തന്നെ ഇതിനകത്ത് ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് അത് കോടതിയാവും. അതൊന്നും നമ്മളുടെ കാര്യത്തിൽ പെട്ടതല്ല.
ഈ കുഞ്ഞനന്തൻ വരെ ഉള്ള ആൾക്കാരെ ഇത് ചെയ്തെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ? ഇപ്പം അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ആവശ്യമില്ലാതെ ഇത് കമൻറ്റ് പറയുന്നത് ശരിയല്ല. നമ്മൾ ഏത് സമയത്ത് നമ്മൾ നിൽക്കേണ്ട ഒരു നിലയുണ്ട്. ആ നിലയ്ക്കപ്പുറത്തോട്ട് വ്യക്തിപരമായി നമുക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം ഉണ്ടായിരുന്നു എന്ന് ഞാനത് പറയുന്നത് ശരിയല്ല. ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളവർക്ക് നീതിന്യായ കോടതിയിൽ പറയട്ടെ, അവിടെ നിന്ന് അവർ റിലീഫ് മേടിക്കട്ടെ. അല്ല, കെ രമ പോലും പറഞ്ഞിരുന്നു പിണറായി വരെ അറിഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. എനിക്കറിയാം. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും എനിക്ക് മനസ്സിലായി, ഈ ചോദ്യവും മനസ്സിലായി. പക്ഷേ ഒരു ഹോം മിനിസ്റ്റർക്ക് അത് പറയാൻ പറ്റുമോ? ഒരു ഹോം മിനിസ്റ്റർക്ക് ഇനിയാളുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അതിനുശേഷം എന്നെക്കുറിച്ച് എനിക്ക് തന്നെ എത്ര ഇതൊരു വധശ്രമം നടത്താൻ വേണ്ടി എത്ര അനോണിമസ് ലെറ്റർ വന്നു, അതെനിക്കും അത് പറയാൻ പറ്റുമോ? ഞാനൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ആളല്ലേ. അല്ല സാർ, എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും ചോദിച്ചത് ആഭ്യന്തരമന്ത്രി എന്നതിനപ്പുറത്ത് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക്, CPM-നെ നന്നായി അറിയാവുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു ബിഗർ കോൺസ്പിറസി ഉണ്ട്, ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഏതെങ്കിലും ഒരാളുടെ പേരല്ല ഞാൻ ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. തെളിവില്ലാതെ ഒരാളിനെ ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ ഈ ബാക്കി വെച്ച ആളുകളും മനഃപൂർവ്വമായിട്ട് അവരെ ഇതിനകത്ത് കുടുക്കി എന്നല്ല വരുന്നത്. ഞാൻ പറഞ്ഞ തെളിവില്ലാത്തതൊന്നും നോക്കേണ്ട കാര്യമില്ല. തെളിവുള്ള കാര്യങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ സത്യസന്ധമായി ചെയ്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കേസ് അങ്ങനെ വിജയിച്ചത്. അല്ലെ ആ കേസ് വിജയിക്കുകയല്ല. പക്ഷേ ഈ സംശയം അന്ന് ഒരുപാട് പേർക്കെതിരെ, നേതാക്കൾക്കെതിരെ, ഇപ്പോൾ P. മോഹനൻ അടക്കമുള്ള ഒരുപാട് നേതാക്കൾക്കെതിരെ സംശയം അതിന് മുകളിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം അതിലേക്ക് കൂടി അന്വേഷണം പോകണമെന്നുള്ളൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. P. മോഹനെ അറസ്റ്റ് ചെയ്തതാണല്ലോ. പയ്യോളി പോലീസ് സ്റ്റേഷനിൽ P. മോഹനെ അറസ്റ്റ് ചെയ്തതല്ലേ, അദ്ദേഹത്തെ ഇൻട്രോഗേറ്റ് ചെയ്തതല്ലേ, അതിനുശേഷം അദ്ദേഹം ജയിലിൽ കിടന്നില്ലേ, ഇതെല്ലാം നോക്കിയതിന് ശേഷമല്ലേ അവർ കേസ് ഫയൽ വന്നപ്പോൾ അവിടെയാണ് നമ്മൾ സത്യസന്ധമാണെന്ന് ഞാൻ പറയാൻ കാരണം. P. മോഹനം വലിയ രാഷ്ട്രീയമായിട്ട് നമുക്ക് വേറെ പക്ഷത്ത് നിൽക്കുന്നത്, അത് വേറെ പ്രശ്നം. അതൊന്നും ഒരു കേസിനകത്ത് പ്രതിയാക്കാനായിട്ട് പറ്റിയതൊന്നുമല്ല. മാത്രമല്ല P. ജയരാജനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച്, പലരെക്കുറിച്ചും പറഞ്ഞല്ലോ. ഞാനതിനകത്തൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. മാത്രമല്ല കള്ളക്കേസുണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ചില ഇൻസ്റ്റൻസും എൻ്റെ മുമ്പിലുണ്ട്, അതൊന്നും നമ്മൾ സമ്മതിക്കില്ല. അത് വേറെ പ്രശ്നം. രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പും രണ്ടാമത്തെ കാര്യമാണ്. ഒരാളിനെ ഇല്ലാത്തൊരാളിനെ കൊലക്കേസിലെ പ്രതികളാക്കി വെക്കുന്നത് അത് ശരിയാണോ? പിന്നെ ഇവിടെ കൊല ചെയ്തു ഞങ്ങൾ നിങ്ങളുടെ പ്രതി അങ്ങ് ഹാജരാക്കിയേക്കാം എന്ന് പറയുന്ന പഴയൊരു ശൈലി ഉണ്ടായിരുന്നു. എന്നോടും പറഞ്ഞു, ഞങ്ങൾ സാറേ 4 പേരെ അങ്ങ് തന്നാൽ പോരെയെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ആളവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് പേര് തന്നേക്കഴിഞ്ഞാൽ വേണ്ട, ആ പേരൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള ആത്മധൈര്യം ഉള്ളത് കൊണ്ടാണ് ശരിയായ പാതയിൽ കേസ് പോയത്. അതിൻ്റെ അർത്ഥം ഇല്ലാത്ത ആളിനെ കൂടെ കൊണ്ട് ചേർക്കുക എന്നുള്ളതല്ല. അതേസമയം അതിൻ്റെ ഒരു നീതിബോധത്തിൻ്റെ ഒരു അംശമുണ്ട്. ആ രൂപത്തിൽ പോകണം.